പാട്ടിൻ്റെ നമുക്ക് എപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ബോംബെ ജയശ്രീയുടെ ഒരു വോയിസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ കാണും, അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കൈൻഡ് ഓഫ് ഒരു ഓക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ ഇങ്ങനെ വായിച്ച വേർഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പറ്റാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്, സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പാട്ട് വായിക്കണോ? പക്ഷെ പൊസിഷനാണ് പ്രശ്നം. നമ്മൾ വീണ ഇങ്ങനെ വായിക്കുന്നത് നേരെ, ഇത് നേരെ നമ്മൾ ആ പൊസിഷൻ നേരെ ഇങ്ങനെ വരും, വെർട്ടിക്കലായിട്ട് വരും. അത് തനിയെ വരുന്നതാണ് മിക്കപ്പോഴും. അതെ, നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യാതൊക്കെ വരും. പ്ലാൻ ചെയ്യാതെ പ്ലാൻസ് വരും. അതെ, സ്റ്റേജിൽ അത് കുളമാവുകയും ചെയ്യും ചിലപ്പോൾ. മ്യൂസിക്കലി വിത്ത് സുജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പേഴ്സണാണ്. മലയാളത്തിലൊരു ഫിലിം ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് കോർഡിനേറ്റേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു വ്യക്തിയും കൂടിയാണെന്ന് ഞാൻ പറയും. അത്രത്തോളം ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള മനോജാണ്, വീണ ആർട്ടിസ്റ്റാണ്. മനോജ്, സ്വാഗതം. താങ്ക് യു. നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന അതിഥിക്കൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും അതേപോലെ തന്നെ പ്രൊഫഷണൽ കീബോർഡ് ആർട്ടിസ്റ്റുമായിട്ടുള്ള അമൽ ജോസ്, അദ്ദേഹം കൂടെ വന്നിട്ടുണ്ട്. അമൽ, വെൽക്കം ടു ദ ഷോ. ആക്ച്വലി മനോജ് എൻ്റെ സുഹൃത്താണ്, മനോജ് വൈഫ് പൂർണിമ, രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോർമലായി സംസാരിക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ജനിച്ച് വളർന്ന സ്ഥലം ഇടുക്കി അല്ലേ? മുണ്ടക്കയം, കോട്ടയം. ഓക്കെ ഓക്കെ. അവിടെ നിന്ന് ഈ മ്യൂസിക്കിലേക്ക് ഉള്ളൊരു യാത്ര എങ്ങനെയാണ്? മ്യൂസിക്കിലേക്ക് ഞാൻ വഴിതെറ്റി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് അങ്ങനെ ഒരു പ്ലാന് ഇല്ലായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രിക്ക് വേറെ സബ്ജക്റ്റാണ് എടുത്തത്, ഇപ്പോൾ സയൻസ് ആയിരുന്നു. അപ്പോൾ 2 വർഷം പോയി. പക്ഷേ പണ്ട് മുതലേ മൈൻഡിൽ മ്യൂസിക് ഉണ്ട്, മ്യൂസിക് പഠിക്കണമെന്ന് എനിക്കുണ്ട്. ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു. പക്ഷേ വീട്ടുകാർക്ക് അങ്ങനെ താല്പര്യം അങ്ങനെ കൊടുക്കത്തില്ല, സ്വാഭാവികമാണ്. അതെ അതെ അതെ, അങ്ങനെയല്ലേ വീട്ടുകാർ നോക്കത്തുള്ളൂ. എന്നെ ഡോക്ടർ ആക്കണമെന്നൊക്കെയായിരുന്നു വീട്ടിൽ. പക്ഷേ അവിടെ ഡിഗ്രി പഠിച്ച് 2 വർഷം പോയി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതിന് മുമ്പേ മ്യൂസിക് കോളേജിൽ പോയി ജോയിൻ ചെയ്തത് വീണയ്ക്കാണ് പോയത്? വോക്കലിനല്ലേ? വീണയ്ക്ക് തന്നെയാണ് പോയത്. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് നമ്മൾ പാട്ട് പഠിക്കാൻ പോയി ഒരു സാറിൻ്റെ അടുത്ത്, സുരേഷ് സാറിന്, കുറിച്ചി, അതാണ് സാറിൻ്റെ സ്ഥലം. അവിടെ കോളേജിനടുത്ത്. ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ പാട്ട് പഠിക്കാൻ പോയപ്പോൾ സാറാണ് എന്നോട് പറഞ്ഞത്, അവിടെ ട്രിവാൻഡ്രത്ത് പോയി വീണ എടുക്കുക, അതിനാകുമ്പോൾ നല്ല സ്കോപ്പൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പാട്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു സാറ് പോയി. അപ്പം വീണയെ കുറിച്ച് ഇപ്പോൾ മനോജ് വീണ വായിക്കുന്നു, മനോജിൻ്റെ ഫിംഗറിങ് അങ്ങനെ ഉണ്ടാവുന്നു, ഒന്നും അറിയാതാണല്ലോ ഒരാൾ. അതൊരു ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു. കാരണം നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഗിറ്റാറൊക്കെ ചെറുതായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അവിടെ പോയി വീണ എടുക്കാൻ പറഞ്ഞു. സാറ് പഠിച്ചതാണ് മ്യൂസിക് കോളേജിൽ. ഓക്കെ, ട്രിവാൻഡ്രത്ത് പഠിച്ചതാണ്. അതെ അതെ. ഓക്കെ. അപ്പോൾ സാറിന് അവിടുത്തെ ഇതൊക്കെ അറിയാം. പിന്നെ പ്രത്യേകിച്ച് വീണ പഠിക്കാൻ അങ്ങനെ ജെൻസ് കുറവാണ്. സാറെന്തോ സാറിൻ്റെ നാവിൽ അതെ, ഇതൊരു ട്രെയിനിങ് ആയി. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടോട്ടൽ ട്രെയിനിങ് ആയി. അതെ. മറ്റേ എന്നെ ഡോക്ടറാക്കാൻ പഠിപ്പിച്ചെന്ന് ഞാൻ ഇവിടെയൊക്കെ പോയത്. പിന്നെ ഇപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു വീണയുടെ ഒരു സ്റ്റൈലൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ എന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു വീണയാണ് മനോജിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് മനോജ് സ്വന്തം, ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു പണ്ട്. സാധാരണ നമ്മൾ വീണ ക്ലാസിക്കൽ നമ്മൾ വായിക്കും. അതെ, വീണ പഠിക്കുമ്പോൾ നമ്മൾ നോർമലി ക്ലാസിക്കലാണ് വായിക്കുന്നത്. പിന്നെയാണ് ഈ ഫ്യൂഷൻ്റെ ഒക്കെ കാലം വന്നപ്പോൾ കൂടുതലായിട്ട് ഫ്യൂഷൻ വായിക്കാൻ തുടങ്ങി. അപ്പം ഫ്യൂഷൻ വായിക്കുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ അല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. എന്നാലും നമ്മളൊരു സ്ഥലത്ത് ഇരുന്നല്ലേ, അതെ, ക്യാരി ചെയ്യാൻ മാത്രമല്ല, ഒരു സ്ഥലത്ത് ഇരുന്ന് നമുക്ക് ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഫ്യൂഷൻ വായിക്കാം. മറ്റേ കച്ചേരി ചെയ്യുമ്പോൾ പ്രശ്നമില്ല. വയലിൻകാരൊക്കെ ഓടി നടന്ന് വായിക്കുമ്പോൾ നമ്മളവിടെ ഇരുത്തും. അതാ. അപ്പം അന്നേ മൈൻഡിലുണ്ട് ഇങ്ങനെ ഹാൻഡി ആയിട്ടുള്ളൊരു വീണ ക്രാഫ്റ്റും ചെയ്യും. ഇത് ഞാൻ അത് കഴിഞ്ഞ് ആദ്യമേ ഒരു ഡിസൈൻ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ഒരു ഫേസ്ബുക്കിൽ വഴി പരിചയപ്പെട്ട ഫ്രണ്ടിനോട് പറഞ്ഞ് ചെയ്യിച്ചു.
ഇത് കഴിഞ്ഞ് ഇത് ഞാൻ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ തന്നെ. സ്വന്തമായിട്ട് അതെ അതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്വന്തമായിട്ട് വീണയിൽ ഉണ്ടാക്കി സ്വന്തമായിട്ട് പാട്ട് വായിക്കണോ? സൂപ്പർ പ്രൗഡാണ് മനോജ് തന്നെ. ഓ അതെ, ഇതിന് പേര് ചന്ദ്രവീണ അങ്ങനെയല്ലേ പേര്? അതെന്താ അങ്ങനെ ഒരു പേര്? അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഓക്കെ. വിഷ്ണുവിൻ്റെ അച്ഛനാണ് വീണ ചെയ്തത്. അച്ഛൻ്റെ പേര് ചന്ദ്രൻ. അവരിട്ട പേരാണ്, മനോജായിട്ട് ഇട്ട പേരല്ല? അല്ല അവരിട്ട പേരാണ്. അവരിട്ട പേരാണ്. ഓക്കെ ഓക്കെ. ഇത് ഇതിപ്പോൾ ഭയങ്കര ഹാൻഡി ആയിട്ട് അതെ അതെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. പിന്നെ ഭയങ്കര ഒരു പോസിബിലിറ്റി അല്ല, മറ്റേ നമ്മൾ വലിയ ബുദ്ധിമുട്ടല്ലേ ആ ഒരു കാര്യം, മീൻസ് ബാക്കിയുള്ളൊരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന പോലെ ഇപ്പം പറ്റുന്നുണ്ട്. ഇപ്പം പറ്റുന്നുണ്ട്. അതെ, ലിമിറ്റേഷൻസ് ക്രോസ് ചെയ്ത് വരുന്നു. നമുക്ക് കൊണ്ടുപോകാൻ സൗകര്യമുണ്ട്. എല്ലാ ടൈപ്പും വായിക്കാൻ പറ്റും. വീണയിൽ വായിക്കുന്ന എല്ലാ ഇതിൽ വായിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ആദ്യം നമ്മളിത് പ്രാക്ടീസ് കയ്യിൽ ആക്കി എടുക്കണം. കാരണം പ്ലേയിങ് ഭയങ്കര ഡിഫറൻസ്. വീണ നമ്മൾ ഫ്രെറ്റ്സ് എല്ലാം കറക്റ്റ് ആണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, കുറച്ച് സാധാരണ വീണ കുറച്ചും കൂടി കുഴിയിൽ അങ്ങനെ ആയിരിക്കില്ലേ? ഇല്ലില്ല, അങ്ങനെയില്ല അല്ലേ? അതിൽ പ്രശ്നം വരത്തില്ല. പക്ഷെ പൊസിഷനാണ് പ്രശ്നം. നമ്മൾ വീണ ഇങ്ങനെ വായിക്കുന്നത് നേരെ. ഇത് നേരെ നമ്മൾ ആ പൊസിഷൻ നേരെ ഇങ്ങനെ വരും, വെർട്ടിക്കലായിട്ട് വരും. അത് കുറച്ച് ആദ്യമേ ഒരു പ്രശ്നമാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. പിന്നെ പ്രൊഫഷൻ ഇപ്പം പറയുകയാണെങ്കിൽ അധ്യാപകനാണ്, RLV കോളേജിലെ അധ്യാപകനാണ്, സെയിം ടൈം പ്രൊഫഷണലായിട്ട് വീണ വായിക്കുന്ന ആർട്ടിസ്റ്റാണ്. ഇത് രണ്ടും എങ്ങനെയാണ്, ഈ രണ്ട് കോമ്പിനേഷൻ്റെ ഇടയിൽ കൂടെ മനോജ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് നമ്മുടെ പാഷനാണ്. പിന്നെ ഇത് രണ്ടും പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. സമയമാണല്ലോ, സമയം ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. രണ്ട് മേഖലയല്ലല്ലോ. അതെ, രണ്ടും ഒരേ മേഖല ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ. കുറച്ച് സോങ്സിനെ കുറിച്ച് അറിയാൻ എനിക്ക് കുറച്ച് കൂടുതൽ താല്പര്യം. അപ്പോൾ മനോജ് കേട്ട് ശീലിച്ചില്ല, മനോജ് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ, അതിനെക്കുറിച്ചൊക്കെ. അത് നമുക്കും ഭയങ്കരമായിട്ട് കൺവേ ആയ പാട്ടുകളാണ്. നമ്മൾക്കും കേട്ടിരിക്കുമ്പോൾ ഓക്കെ ഇതെന്തൊരു രസമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മനോജിൻ്റെ വീണ കേൾക്കുന്നതിന് മുന്നേ കേട്ടിരിക്കുന്നത് രാജേഷ് വൈദ്യയുടെയാണ്. ഇങ്ങനെ ഫിലിം സോങ്സ് ഒക്കെ കണ്ടമാനം വായിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കിതെന്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു അത്ഭുതമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. മനോജിൻ്റെ പാട്ടുകളിൽ എനിക്ക് മീൻസ് മനോജ് വായിക്കുന്നത് കേട്ടത് എനിക്ക് വസീകര ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു. ഞാൻ എൻ്റെ മിക്ക പ്രോഗ്രാംസിനും ഫസ്റ്റിലെ അതാ വായിക്കുന്നത്. അത് വെച്ച് തുടങ്ങിയ ഒരു കോൺഫിഡൻസ് ആണ്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ വീണ ഇത് നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഇപ്പം വസീകര ആ പാട്ടിൻ്റെ ഒരു പാട്ടായിട്ട് എടുക്കുമ്പം, ഇപ്പോൾ ഹരിസ് ജയരാജ് അത് കമ്പോസ് ചെയ്യുന്നു, അത് എന്താ പറയുക ബോംബെ ജയശ്രീ പാടുന്നു. അപ്പം ബോംബെ ജയശ്രീയുടെ പാട്ടെന്ന് പറഞ്ഞാൽ ആ വോയിസിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ക്വാളിറ്റിയും അത് പാട്ടിനെ യുണീക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പാട്ടിൻ്റെ ന്യൂആൻസസ് വോക്കൽ കോഡ്സിൽ വരുന്നൊരു ഇതുണ്ടല്ലോ, അത് നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് ഇപ്പോൾ വീണയിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പം ഈ നമ്മൾ വോക്കൽ പാടുന്ന ആ ഒരു, ഇപ്പോൾ അത് കുറച്ചൊരു എന്താ പറയുക ഒരു ചെസ് വോയിസിലൊക്കെയാണ് പാടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത്? മാക്സിമം നമ്മൾ അതിനോട് സിമിലർ ആക്കാൻ നോക്കും. അപ്പം പിന്നെ പറയുന്നത് ഈ ഹ്യൂമൻ വോയിസിൻ്റെ ഇവിടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വോയിസ് വീണയുടെ ആണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാട്ട് കേട്ട് അതേമാതിരി വായിക്കാൻ നോക്കും, ശ്രമിക്കും.
എങ്ങനെ ഇപ്പോൾ വസീകരയിലേക്ക് മനോജ് അത്ര ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത്? അത് നല്ല ഫേവറേറ്റ് സോങ്. അതായത് വോക്കൽ പാടാൻ ഇഷ്ടപ്പെട്ട പാട്ടുകളാണോ ഇതിലേക്ക് കൊണ്ടുവരിക, അല്ല ഇതിൽ വായിച്ചാൽ നന്നാവുന്ന മനോജിന് തോന്നുന്ന പാട്ടുകളാണ് അതിലെടുക്കുക? ഇഷ്ടപ്പെട്ട പാട്ട് അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട പാട്ട് മാത്രം. ഓക്കെ. എപ്പോഴും ഈ വോക്കലിന് ഇൻസ്ട്രുമെൻ്റൽ വേർഷൻ കേൾക്കുമ്പോൾ ചിലപ്പം നമ്മൾ അത് കേട്ട് ശീലിച്ചിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇത് ചിലപ്പം നമ്മൾ വേറൊരു വേൾഡിലേക്ക് നമ്മൾ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അത് ഭയങ്കരമായിട്ട് കിട്ടാറുണ്ട്. അത് വിതൗട്ട് എന്താ പറയുക, ഒരു ഈ ഇൻസ്ട്രുമെൻ്റ് ഒറ്റയ്ക്ക് കേട്ടാലും നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട് കേൾക്കുമ്പോൾ. നമുക്ക് കൈൻഡ് ഓഫ് ഒരു ഓക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ ഇങ്ങനെയുള്ള ഇങ്ങനെ വായിച്ച വേർഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പറ്റാറുണ്ട്. ഒരു ആസ്വാദനത്തിന് തലമായിരിക്കും. ചിലർക്ക് ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ചിലപ്പോൾ പാട്ടിനേക്കാളിലും ഇൻസ്ട്രുമെന്റിൽ വായിച്ച് കേൾക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഒരു ആസ്വാദനത്തിന് തലമായിരിക്കും. പാട്ടിന്റെ നമുക്ക് എപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ബോംബെ ജയശ്രീയുടെ ഒരു വോയിസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെയിം ടൈം ഈ ഇൻസ്ട്രുമെന്റൽ വെർഷൻ എനിക്ക് തോന്നുന്നു വീണ വന്നിട്ടുണ്ട്, വയലിൻ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് വായിച്ചിട്ട് അതും എനിക്ക് തോന്നുന്നു ഒറിജിനൽ പാടി ആ പാട്ട് പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഈ ഇതൊക്കെ വെച്ചിട്ട് ഉറങ്ങാറൊക്കെ ഉണ്ട്. ഉറങ്ങാൻ പറ്റില്ല, ഇതിൻ്റെ പിന്നാലെ പോവും. മനോജ് വായിച്ച് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിയ പാട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ആകർഷണം തോന്നി. അതായത് പാട്ടിന് പല ഫ്ലേവർ ഉണ്ടല്ലോ. ഇപ്പം ചില ഇമോഷൻസ് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ്. ഇപ്പോൾ റൊമാൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുട്ടീനെ താരാട്ട് പാടുക. ഇനിയിപ്പോൾ മുതിർന്ന ആളെ തന്നെ നമ്മൾ കൈൻഡ് ഓഫ് നമ്മളുടെ ഒരു ആ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മേ ബി ഒരു അവരോടുള്ള വാത്സല്യം, അങ്ങനെയൊക്കെ അങ്ങനെ പല 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 ഒരു ഇമോഷൻസ് ആണല്ലോ നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കണ്ണാന്തുമ്പി. മനോജ് പാടിയത് ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ടാണ്, ചിത്രാമ്മ പാടിയ പാട്ടാണ്. ഈ കമ്പോസർ വൈസ് സെലക്ഷൻ ഒക്കെ ഉണ്ടോ പാട്ടുകൾ? നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ ഇപ്പം മനോജിന് ഇപ്പം മിന്നു 2 കുട്ടികളെയും ഇവരെ വെച്ചിട്ട് നമുക്കങ്ങനെ തോന്നാറുണ്ടോ? അവരെ മീൻസ് ഇവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസ് മനോജിനെ? മിക്ക പ്രോഗ്രാംസിനും അവർ വരും. അപ്പം ഈ പാട്ട് കേൾക്കുമ്പോൾ പുള്ളിക്കാരി ശ്രദ്ധിച്ചിരിക്കും. ഇളയാള്. കണ്ണാന്തുമ്പി ഇപ്പോൾ വസീകര പോലെയുള്ളൊരു പാട്ടല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ടെക്സ്ചർ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ന്യൂവാൻസസ് എന്താ പറയുക, ഈ ഇമോഷൻ കൊണ്ടുവരണ്ടേ? ഇത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇമോഷൻ അത് നമ്മളത് ക്യാരി ചെയ്യുമ്പോൾ എങ്ങനെയാ ആ ഒരു പ്രോസസ്സ്? മനോജ് എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. എന്താ ചെയ്യുക, അങ്ങനെ സംഭവിച്ചു പോവാന്നൊക്കെ. ഞാൻ ഇതിനു മുന്നേ അങ്ങനെ ഒരു പ്രോഗ്രാം ശ്രദ്ധിച്ചിട്ടുള്ളത്, ബാലഭാസ്കർ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, കുഞ്ഞിനുള്ള സമയത്ത് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ കുട്ടികളോടുള്ളൊരു കണക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ അവരോടുള്ള നമ്മുടെ ഒരു അത് നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്താണ് എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികളാണ് ഇപ്പോഴത്തെ എൻ്റെ മോള് വരെ ഈ പാട്ട് പാടി നടക്കുന്നത്. അതെ അതെ, എത്ര വർഷം മുന്നത്തെ പാട്ടാണ് അതിൻ്റെ ലൈഫ്. ശരിക്കും ഇതിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഓർക്കസ്ട്രേഷനോ അങ്ങനെ നോക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് ബഹളങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നതും നമ്മുടെ കുട്ടികൾ പാടിക്കൊണ്ട് നടക്കുന്നതും എനിക്കൊന്നും ഇനി വരുന്ന ഇപ്പം എൻ്റെ ഇപ്പം അമറൊക്കെ ആണെങ്കിലും അവർക്കും ഈ പഴയ പാട്ടുകളോടുള്ളൊരു ഭ്രമമുണ്ട്. ഒരു മെലഡി അതും എടുക്കുന്നുണ്ട്.
പക്ഷേ അവർക്ക് പഴയത് പാട്ട് തള്ളിക്കളയുന്നില്ല. അതെ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കണക്ട് ചെയ്ത് വായിക്കാറുണ്ട്, ഒരു ചെയിനായിട്ട് സോങ്സ് വായിക്കാറുണ്ട്. അപ്പം അതിലിങ്ങനെ ഒരു ചെയിൻ ആയിട്ട് കണക്ട് ചെയ്ത് വായിക്കുന്നത് ഇപ്പോൾ വെണ്ണില ചന്ദനകിണ്ണം വായിക്കും. അതെ അതെ ആലിപ്പഴം ആലിപ്പഴം പെറുക്കാം. ഇളയരാജ സാറിൻ്റെ ആലിപ്പഴം അത് വായിക്കും. അത് ഇത് കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ക്യാരക്ടറും ഉണ്ടാണോ ഈ ഒരു? അല്ല, ഈ പാട്ടുകളെല്ലാം നമ്മുടെ കൊച്ചു ഓഡിയൻസിന്റെ ഫേവറേറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് വായിക്കുന്നതാണ്. ഓക്കെ. ഇത് കണക്ട് ചെയ്യുമ്പോഴും പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂറ്റി, നമുക്ക് ഫീലിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഫീൽ എവിടെയും മിസ് ചെയ്യുന്നില്ല. അതൊരു മാച്ചായിട്ട് നമുക്ക് തോന്നും അത് അങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഒറിജിനൽ സോങ്ങിൽ അതിൻ്റെ വോക്കൽ വരുന്നത് അതിൽ ചില പോസസ് ഉണ്ട്, ചില അതിൽ കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ ന്യൂൻസസ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കുമ്പോൾ. മനോജ് വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോജിന് ത്രൂ ഔട്ട് ഒരു കണക്ഷൻ ഭയങ്കര രസമായിട്ട് മനോജിൻ്റെ ഓൺ ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അത് ആ പ്രോസസ്സ് മനോജ് എത്രത്തോളം ഓൾ ഓഫ് എ സഡൻ വരുന്നതാണോ അല്ല നമ്മൾ കുറേ തനിയെ വരുന്നതാണ് മിക്കപ്പോഴും. അതെ, ചിലപ്പോൾ പ്ലാൻ ചെയ്യാതെ പ്ലാൻസ് വരും. അതെ, സ്റ്റേജിൽ അത് കുളമാവുകയും ചെയ്യും ചിലപ്പോൾ. പക്ഷെ നമുക്ക് സ്റ്റേജിൽ ലൈവ് വായിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വായിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ ഇവിടെ. സ്റ്റേജിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഇപ്പം ഒരു ചെറിയൊരു ഇത് എറർ വന്നു എന്ന് വിചാരിക്കാം. അത് ഇറ്റ് ഹാപ്പൻസ്. അതൊക്കെ ലൈവ് വായിക്കുന്നല്ലേ അതിൻ്റെ കൂടെ പോകും, കുഴപ്പമില്ല. ആലിപ്പഴം പെറുക്കാൻ ഒന്ന് പെറുക്കിയാലോ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇത് കുട്ടികൾക്കല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ പ്രത്യേകിച്ച് ആസ്വദിക്കട്ടെ. ഓക്കെ.